ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ചാനൽ. ജീവിതത്തിൽ നമ്മൾ ഒരിക്കൽ പോലും ഇൻസൾട്ട് അനുഭവിച്ചിട്ടില്ലാത്തവരുണ്ടോ? ഒരാൾ നമ്മളെ താഴ്ത്തി സംസാരിച്ചിട്ടില്ലേ? നിനക്ക് ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? നീ ആരാണെന്ന് ചോദിച്ചിട്ടില്ലേ? അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ചിലപ്പോൾ നമ്മൾ മിണ്ടാതിരിക്കും, ചിലപ്പോൾ കോപത്തിൽ പ്രതികരിക്കും, ചിലപ്പോൾ മനസ്സിൽ തകർന്നുകൊണ്ടേയിരിക്കും. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. ഇൻസൾട്ട് എന്നത് നിനക്കെതിരെ വരുന്ന ആക്രമണമല്ല, അത് നിന്റെ ശക്തി തെളിയിക്കാനുള്ള അവസരമാണ് എന്ന് കരുതണം. എന്തുകൊണ്ട് ആളുകൾ ഇൻസൾട്ട് ചെയ്യുന്നു, അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നവരുടെ മനസ്സ് ആദ്യം മനസ്സിലാക്കണം. അവർ സ്ട്രോങ് ആണോ? അല്ല. അവർ കോൺഫിഡൻ്റ് ആണോ? അല്ല. അവർ ഹാപ്പി ആണോ? ഒട്ടുമല്ല. സത്യം എന്താണ്? ഇൻസൾട്ട് ചെയ്യുന്നവൻ പലപ്പോഴും ഇൻസെക്യൂറാണ്. അവൻ തൻ്റെ വീക്ക്നെസ് മറയ്ക്കാൻ നിന്നെ താഴ്ത്തുന്നു. ഹാപ്പിയായ ആളുകൾ ഒരിക്കലും മറ്റൊരാളെ താഴ്ത്തില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന 3 വലിയ തെറ്റുകളുണ്ട്. ഒന്ന്, നമ്മൾ ഉടനെ കോപത്തിൽ പ്രതികരിക്കൽ. നീ ആരാ എന്നെ ഇങ്ങനെ പറയാൻ? ഇത് ഫൈറ്റായി മാറും. രണ്ടാമത്തെ തെറ്റ്, മിണ്ടാതിരുന്ന് കരയുക. അത് പലപ്പോഴും പലരും ചെയ്യുന്നതാണ്. നമ്മൾ ഉള്ളിൽ കരയും, അങ്ങനെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കുറയും. മൂന്നാമത് ചെയ്യുന്ന ഒരു തെറ്റാണ് ഓവർ തിങ്കിങ്. അവൻ പറഞ്ഞത് ശരിയാണോ? ഞാൻ അത്ര മോശമാണോ? ഇത് സെൽഫ് ഡൗട്ട് ഉണ്ടാക്കും. എന്നാൽ ശരിയായ പ്രതികരണം എന്താണെന്ന് അറിയാമോ? ഒന്ന്, കാമായിരിക്കുക. സൈലൻസ് ഈസ് പവർ. ഒരാൾ ഇൻസൾട്ട് ചെയ്തപ്പോൾ നീ കാമായിരിക്കുമ്പോൾ അവൻ കൺഫ്യൂസ്ഡ് ആകും. നിന്റെ ശാന്തത തന്നെയാണ് നിന്റെ ശക്തി. അതുകൊണ്ട് തന്നെ സ്റ്റേ സൈലൻറ്റ്. 2, പേഴ്സണലായി എടുക്കരുത്. അത് നിന്റെ ട്രൂത്ത് അല്ല, അത് അവൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. ഒപ്പീനിയൻ എന്ന് പറയുന്നത് നോട്ട് എ റിയാലിറ്റി. നീ അങ്ങനെ വേണം ചിന്തിക്കാൻ. മൂന്നാമത്, സ്മാർട്ട് റിപ്ലൈ കൊടുക്കുക ഇഫ് നീഡഡ്. നേരിട്ടൊരു ഫൈറ്റ് വേണ്ട, ബട്ട് റെസ്പെക്റ്റ് നഷ്ടപ്പെടരുത്. എക്സാമ്പിളായിട്ട്, നിങ്ങളുടെ അഭിപ്രായം അതാണെങ്കിൽ ഓക്കെ, എനിക്ക് എൻ്റെ വഴി ക്ലിയർ ആണ്, ടൈം വിൽ ഇംപ്രൂവ്. ഇത്തരത്തിലുള്ള മറുപടികൾ നൽകാം. നാലാമത്, ഇഗ്നോർ ദി അൺനെസസറി. എല്ലാത്തിനും പ്രതികരിക്കേണ്ടതില്ല. ചിലർ അറ്റൻഷന് വേണ്ടിയാണ് ഇൻസൾട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇഗ്നോറിങ് ഈസ് ദ ബെസ്റ്റ് റിവെഞ്ച് സംടൈംസ്. അതായത് നിങ്ങൾ അവരെ ഒഴിവാക്കി വിടുക. അഞ്ചാമത്, സക്സസ് കൊണ്ട് മറുപടി കൊടുക്കുക. സംസാരിക്കാതെ പ്രൂവ് ചെയ്യൂ. ഗ്രോത്ത് തന്നെയാണ് ബെസ്റ്റ് ആൻസർ. വർക്ക് ഇൻ സൈലൻസ്, ലെറ്റ് സക്സസ് മേക്ക് നോയ്സ്. ഇൻസൾട്ട് നിനക്ക് ഹേർട്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ബിക്കോസ് നീ നിന്നെ തന്നെ ഡൗട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. സെൽഫ് റെസ്പെക്റ്റ് ബിൽഡ് ചെയ്യാൻ ഡെയിലി നമുക്ക് അഫർമേഷൻസ് എടുക്കാം. ഞാൻ മതിയാകും, എനിക്ക് കഴിയും, ഇത് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക. അതുപോലെ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. പഠിക്കുക, ഗ്രോ ചെയ്യുക. മറ്റൊന്ന്, ടോക്സിക് ആളുകളിൽ നിന്ന് അകലം പാലിക്കുക. എല്ലാവരും നിൻ്റെ ലൈഫിൽ വേണ്ട. ഇത്രയും കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്താൽ തന്നെ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ബിൽഡ് ചെയ്യാൻ തുടങ്ങും. ഇനി മുതൽ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്താൽ എനിക്ക് ദുഃഖമായി എന്ന് പറയരുത്. ഇതെൻ്റെ ഗ്രോത്ത് ടെസ്റ്റ് ആണ് എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കും. അതുപോലെ മനസ്സിനോട് ചോദിക്കും, ഇതെന്നെ സ്ട്രോങ്ങർ ആക്കുമോ? അങ്ങനെ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിൽ വേണം നിങ്ങൾ ചിന്തിക്കാൻ. നിന്നെ ഇൻസൾട്ട് ചെയ്യുന്നവർ നിന്നെ നിർത്താൻ ശ്രമിക്കുന്നവരാണ്. പക്ഷേ നീ നിർത്തിയില്ലെങ്കിൽ, നീ മുന്നോട്ട് പോയാൽ, നീ വളർന്നാൽ അവരാണ് ഒരു ദിവസം പറയുന്നത് ഞാൻ തെറ്റായിരുന്നു എന്ന്. അതുകൊണ്ട് റിമെമ്പർ ദിസ്. നിന്റെ വില മറ്റുള്ളവർ പറയുന്നതിലല്ല, നീ നിന്നെ എങ്ങനെ കാണുന്നു എന്നതിലാണ്. ഇൻസൾട്ട് നിനക്ക് തടസ്സമല്ല, അത് നിന്റെ സക്സസ് സ്റ്റോറിയുടെ തുടക്കമാണ്. അതിനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലുള്ള ഒത്തിരി ടോപ്പിക്സുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.